അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് വെക്കാനും മറക്കരുത്. കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുക. ഇതൊന്നും ഞാൻ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദറസു സാദിസു, പാഠം 6, അൽ ഇസ്രാ വൽ മിഅ്റാജ്. നബൂവത്തിൻ്റെ 11-ാം വർഷം റജബ് മാസം 27-ാം രാവിലാണ് ഇസ്രാഉം മിഅ്റാജും നടന്നത്. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് നടത്തിയ രാപ്രയാണമാണ് ഇസ്രാ. അവിടെ നിന്ന് 7 ആകാശങ്ങളും കടന്ന് അള്ളാഹു ഉദ്ദേശിച്ച മറ്റു രഹസ്യ സ്ഥലങ്ങളിലേക്ക് നടത്തിയ ആകാശയാത്രയാണ് മിഅ്റാജ്. ബുറാഖ് എന്ന വേഗതയേറിയ അത്ഭുത വാഹനത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പമാണ് ഇസ്രാഉം മിഅ്റാജും നടന്നത്. അനവധി രഹസ്യങ്ങളും അത്ഭുതങ്ങളും ഈ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തു. മലക്കുകളുടെ ലോകവും സ്വർഗവും നരകവും നേരിൽ കണ്ടു. ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പ്രവേശനമില്ലാത്ത സ്ഥലങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്ദർശിക്കുകയും അള്ളാഹുവുമായി മുനാജാത്ത് നടത്തുകയും, അതായത് രഹസ്യ സംഭാഷണം നടത്തുകയും ഉണ്ടായി. മടങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ നമുക്ക് സമ്മാനമായി ദിവസവും 5 നേരത്തെ നിസ്കാരവും നൽകി. നിസ്കാരം സത്യവിശ്വാസിയുടെ മിഅ്റാജാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കാൻ ത്വാഇഫിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായ ഉപദ്രവവും കല്ലേറും ഏറ്റുകൊണ്ട് തൃപ്പാദങ്ങൾ പൊട്ടി ചോരയൊഴുകി തുടങ്ങിയ ദുരനുഭവങ്ങളിൽ നിന്ന് ആശ്വസിപ്പിക്കാനുമാണ് അള്ളാഹു അവൻ്റെ പ്രിയപ്പെട്ട അടിമയെ അവൻ നിശ്ചയിച്ച സ്ഥാനത്തേക്ക് യാത്ര ചെയ്യിച്ചത്. അതേ രാത്രിയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ തിരിച്ചെത്തുകയും ചെയ്തു. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ. നിസ്കാരം സത്യവിശ്വാസിയുടെ മിഅ്റാജാണ്. അപ്പോൾ ഈ പാഠഭാഗത്ത് എന്താണ് മനസ്സിലാക്കുന്നത്, എന്താണ് പറയുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഇസ്രാഇനെയും മിഅ്റാജിനെയും കുറിച്ചാണ് പറയുന്നത് അല്ലേ? എന്താണ് ഇസ്രാ മിഅ്റാജ്? നുബുവത്തിൻ്റെ 11-ാം വർഷം റജബ് മാസം 27-ാം രാവിലാണ് ഇസ്രാഉം മിഅ്റാജും നടന്നത്. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് നടത്തിയ രാപ്രയാണമാണ് ഇസ്രാ. രാപ്രയാണം മീൻസ് രാത്രിയിൽ നടത്തിയ യാത്ര അല്ലേ? അവിടെ നിന്ന് 7 ആകാശങ്ങളും കടന്ന് അള്ളാഹു ഉദ്ദേശിച്ച മറ്റു രഹസ്യ സ്ഥലങ്ങളിലേക്ക് നടത്തിയ ആകാശയാത്രയാണ് മിഅ്റാജ്. ബുറാഖ് എന്ന വേഗതയേറിയ അത്ഭുത വാഹനത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പമാണ് ഇസ്രാഉം മിഅ്റാജും നടന്നത്. അനവധി രഹസ്യങ്ങളും അത്ഭുതങ്ങളും ഈ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കുകയുണ്ടായി. മലക്കുകളുടെ ലോകവും സ്വർഗവും നരകവും നേരിൽ കണ്ടു. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും പ്രവേശനമില്ലാത്ത സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്ദർശനം നടത്തുകയുണ്ടായി. അള്ളാഹുവുമായി രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തു. മടങ്ങുന്ന സമയത്ത് നബിതങ്ങൾക്ക് അള്ളാഹു കൊടുത്ത നബിതങ്ങളുടെ ഉമ്മത്തീങ്ങൾക്ക് അള്ളാഹു നൽകിയ സമ്മാനമാണ് 5 നേരത്തെ നിസ്കാരം. സത്യവിശ്വാസിയുടെ മിഅ്റാജാണ് ഈ 5 നേരത്തെ നിസ്കാരം. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കുവാനും ത്വാഇഫിൽ നിന്ന് നബിക്ക് ഉണ്ടായ ദുരനുഭവം, അതായത് ത്വാഇഫിലെ ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ കല്ലെറിയുകയും ആ കല്ലേറ് കൊണ്ട് നബിതങ്ങളുടെ കാൽപാദം പൊട്ടി ചോര ഒഴുകുകയും ചെയ്ത ദുരനുഭവങ്ങളിൽ നിന്ന് ഒരു ആശ്വാസം കൊടുക്കാനായി, അതിൽ നിന്ന് നബിതങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ, ആ വിഷമത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാനും നബിതങ്ങൾക്ക് ആശ്വാസം നൽകുവാനും ഒക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഈ രാപ്രയാണം അള്ളാഹു നടത്തിച്ചത്. മനസ്സിലായോ? അള്ളാഹു അവൻ്റെ പ്രിയപ്പെട്ട അടിമയെ അവൻ നിശ്ചയിച്ച സ്ഥാനത്തേക്ക് യാത്ര ചെയ്യിച്ചത് അതിനു വേണ്ടിയിട്ടായിരുന്നു. അതേ രാത്രിയിൽ തന്നെ നബിതങ്ങൾ മക്കയിൽ തിരിച്ചെത്തുകയും ചെയ്തു. അപ്പോൾ ഈ പാഠഭാഗം എന്താണെന്ന് മനസ്സിലായല്ലോ. നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. ഉത്തരം എഴുതുക. 1. ഇസ്രാ എന്നാൽ എന്ത്? എന്താണ് ഇസ്രാ? മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് നടത്തിയ രാപ്രയാണമാണ് ഇസ്രാ. അടുത്തത് മിഅ്റാജ് എന്നാൽ എന്ത്? എന്താണ് മിഅ്റാജ്? അവിടെ നിന്ന് 7 ആകാശങ്ങളും കടന്ന്, എവിടെ നിന്ന്? അതായത് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് 7 ആകാശങ്ങളും കടന്ന് അള്ളാഹു ഉദ്ദേശിച്ച മറ്റു രഹസ്യ സ്ഥലങ്ങളിലേക്ക് നടത്തിയ ആകാശയാത്രയാണ് മിഅ്റാജ്.
അപ്പോൾ ഇസ്രാഉം മിഅ്റാജും എന്താണെന്ന് മനസ്സിലായല്ലോ. അടുത്തത്, ഇസ്രാ മിഅ്റാജ് എപ്പോഴാണുണ്ടായത്? നുബൂവത്തിൻ്റെ 11-ാം വർഷം റജബ് മാസം 27-ാം രാവിലാണ് ഇസ്രാഉം മിഅ്റാജും നടന്നത്. അടുത്തത്, മിഅ്റാജിലൂടെ നമുക്ക് ലഭിച്ച സമ്മാനം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാഉം മിഅ്റാജും കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തായ നമുക്ക് സമ്മാനമായി ദിവസവും 5 നേരത്തെ നിസ്കാരവും അള്ളാഹു നൽകി. അടുത്തത്, പൂരിപ്പിക്കുക. 1. നിസ്കാരം സത്യവിശ്വാസിയുടെ ഡാഷ് ആണ്. എന്താണ്? നിസ്കാരം സത്യവിശ്വാസിയുടെ മിഅ്റാജാണ്. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവുമായി ഡാഷ് നടത്തുകയുണ്ടായി. എന്താണ് നടത്തിയത്? മുനാജാത്ത് അല്ലേ? എന്താണ് മുനാജാത്ത്? രഹസ്യ സംഭാഷണം. അടുത്തത്, വിവരിക്കാം. 1. മിഅ്റാജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട കാഴ്ചകൾ. എന്തൊക്കെയാണ് കണ്ടത് നബി തങ്ങൾ? അനവധി രഹസ്യങ്ങളും അത്ഭുതങ്ങളും ഈ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തു. മലക്കുകളുടെ ലോകവും സ്വർഗവും നരകവും നേരിൽ കണ്ടു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും പ്രവേശനമില്ലാത്ത സ്ഥലങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്ദർശിക്കുകയും അള്ളാഹുവുമായി മുനാജാത്ത് നടത്തുകയും ഉണ്ടായി. അടുത്തത്, 2. ത്വാഇഫുകാരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ എന്തെല്ലാം? എന്തായിരുന്നു ത്വാഇഫിൽ നിന്ന് നേരിടേണ്ടി വന്നത്? ത്വാഇഫിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായ ഉപദ്രവം. കല്ലേറും ഏറ്റുകൊണ്ട്, അതായത് ത്വാഇഫിലെ ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ കല്ലെറിയുകയും ആ കല്ലേറ് കൊണ്ട് നബി തങ്ങളുടെ പാദങ്ങൾ പൊട്ടി ചോരയൊഴുകി. ഇതാണ് നബി തങ്ങൾക്കുണ്ടായ ദുരനുഭവം. മനസ്സിലായോ? അപ്പോൾ പാഠഭാഗവും ചോദ്യോത്തരങ്ങളുമെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് DKIMV ബോർഡിൻ്റെ എല്ലാ സ്റ്റാൻഡേർഡിൻ്റെയും എല്ലാ വിഷയങ്ങളുടെയും പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നോ, അതായത് എന്നോട് നിങ്ങൾക്ക് എന്ത് സംസാരിക്കാൻ തോന്നുന്നോ അതൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.